കോവിഡിന്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും പ്രഹരത്തിൽ നിന്നും കരളുറപ്പോടെ കരകയറാൻ ശ്രമിച്ച കേരളത്തിലെ കർഷകരുടെ നെഞ്ചിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കനത്ത പ്രഹരം. സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ നട്ടലൊടിക്കുന്ന രീതിയിൽ രാസവളങ്ങളുടെയും കീടനാശിനികൾക്കും വിപണിയിൽ വൻ വിലക്കയറ്റം. മലയോരത്തിന്റെ കറുത്ത പൊന്നിനും ഏലത്തിനും വളമിടേണ്ട ഈ നിർണായക സമയത്തുണ്ടായ വിലക്കയറ്റവും വളംക്ഷാമവും കർഷകരെ കൃഷി ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിലാണ് മലയോര മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് രാസവളങ്ങൾക്ക് വിപണിയിൽ തീവിലയായത്. വിപണിയിലെ പ്രധാന സബ്സിഡി വളങ്ങളായ ഫാക്ടംഫോസ്, പൊട്ടാഷ് എന്നിവയ്ക്കാണ് കർഷകരുടെ കീശ ചോർത്തുന്ന രീതിയിൽ വില കുതിച്ചുയർന്നത്. കാലവർഷത്തിന് മുന്നോടിയായി റബ്ബറിനും കുരുമുളകിനും കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന തുരിശിന്റെ വില 3 മാസം മുൻപ് കിലോയ്ക്ക് 300 രൂപയുണ്ടായിരുന്ന തുരിശിനിപ്പോൾ ഇരട്ടി വില. വിവിധയിനം സ്പ്രേ വളങ്ങൾക്കും കീടനാശിനികൾക്കും വില ദിവസേനോണം കൂടുകയാണ്. ഈ വർഷം ഏലത്തിന് ന്യായമായ വിലയുണ്ടായിരുന്നെങ്കിലും വരും വർഷങ്ങളിൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വളത്തിനും കീടനാശിനിക്കും ഇതുപോലെ വില കൂടിയാൽ കർഷകന് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പ്രതിസന്ധി കർഷകരിൽ മാത്രമല്ല, കർഷകരെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന അംഗീകൃത വളണ്ടിപ്പുകളെയും ബാധിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിലെ സ്റ്റോക്ക് തീരുന്നതോടെ അടുത്ത 3 മാസത്തിനകം രാജ്യം കടുത്ത വളം ക്ഷാമത്തിലേക്ക് പോകുമെന്നാണ് സൂചന. ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളത്തിനും കീടനാശിനികൾക്കും അന്യായമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കർഷകർ എന്ത് ചെയ്തെന്ന് അറിയത്തില്ല. എന്നാൽ ഉൽപ്പാദനം വളരെ മോശമാണ്. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്ന കാരണം ഉൽപ്പാദനം തീരെ മോശമാണ്. അന്യായ പൈസ കൊടുത്ത് വളമൊക്കെ മേടിച്ചിട്ട് കാലാവസ്ഥ മാറി വരുമ്പോഴത്തേക്കും കർഷകരാകെ മൊത്തം ബുദ്ധിമുട്ടിലാവും. അതിന് അടിയന്തരമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അടിയന്തരവും ആത്മാർത്ഥവുമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വരും നാളുകളിൽ കേരളത്തിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.